പാലക്കാടൻ മണ്ണിന്റെ ദുരിതങ്ങൾ തുറന്നുകാട്ടുകയാണ് ബിജെപി സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പരസ്യചിത്രങ്ങൾ. വോട്ട് തേടി വ്യത്യസ്തനാവുകയാണ് പാലക്കാട് മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ. LED വാളുകൾ ഘടിപ്പിച്ച വാഹനങ്ങളിലാണ് പരസ്യചിത്രങ്ങൾ മണ്ഡലത്തിൽ പ്രദർശനം നടത്തുന്നത്. കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനിയും മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി കവിതയുമാണ് പരസ്യചിത്രത്തിന്റെ സംവിധായകർ. കാട്ടാന ശല്യം, വന്യജീവി ആക്രമണങ്ങൾ, കുടിവെള്ള പ്രശ്നം, ഗതാഗത പ്രശ്നം തുടങ്ങി പാലക്കാട്ടെ ജനകീയ പ്രശ്നങ്ങളാണ് ബിജെപി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പ്രചാരണ ആയുധമായി ഉപയോഗിക്കുന്നത്. 2 മാസക്കാലമായി മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ സഞ്ചരിച്ച് ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചാണ് പരസ്യചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് സംവിധായകർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ബിജെപി പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്ന 4 മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് പാലക്കാട് ഇക്കുറി വേദിയൊരുക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പാലക്കാട് താമര വിരിയിക്കാൻ വ്യത്യസ്തമായ പ്രചാരണ രീതിയുമായി തങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നതെന്ന് സംവിധായകരായ മിനിയും കവിതയും പറയുന്നു. കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കഥയിലൂടെ തങ്ങൾ അവതരിപ്പിക്കുകയാണെന്ന് സംവിധായകർ കൂട്ടിച്ചേർത്തു. പാലക്കാടിന്റെ സമഗ്ര വികസനവും പാലക്കാടിനെ ഇന്ത്യയിൽ തന്നെ മികച്ച നഗരമാക്കി മാറ്റുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നു. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് പാലക്കാട് ഇത്തവണ വേദിയൊരുക്കുന്നത്. 6 നഗരസഭകളും 47 പഞ്ചായത്തുകളും ചേർന്നതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. വള്ളുവനാടിന്റെ ഭാഗമായ പട്ടാമ്പിയും ഷൊർണൂരും ഒറ്റപ്പാലവും കേരളത്തിലെ വലിയ ആദിവാസി മേഖലകളിൽ ഒന്നായ അട്ടപ്പാടി ഉൾപ്പെടുന്ന മണ്ണാർക്കാട് മണ്ഡലം, തൊട്ടടുത്ത് കോങ്ങാട് മണ്ഡലം, കേരളത്തിന്റെ 2ാമത്തെ വലിയ വ്യവസായ മേഖലയായ പുതുശ്ശേരി ഉൾപ്പെടുന്ന മലമ്പുഴ മണ്ഡലം, പാലക്കാട് ഇവയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നിനൊന്ന് വ്യത്യസ്തമായ പ്രശ്നങ്ങളിലേക്കാണ്. പാലക്കാട് സീറ്റിനായി തുടക്കം മുതൽ ശോഭാ സുരേന്ദ്രൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും മണ്ഡലത്തിലെ പ്രവർത്തകരുടെ പിന്തുണ സി കൃഷ്ണകുമാറിനായിരുന്നു.